ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നെങ്കിൽ ബീഫ് മേടിച്ചാൽ നെയ്ച്ചോറ് വെക്കലാണ്. ഇന്ന് എന്തായാലും നെയ്ച്ചോറ് വെക്കുന്നില്ല, വെറും ചോറ് തന്നെ ആക്കാമെന്നാണ് കരുതിയത്. എന്തൊക്കെ ജോലി വന്നാലും അത് എളുപ്പമാക്കുന്നത് ഉമ്മച്ചിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാട്ടോ. എത്ര ജോലി ഉണ്ടെങ്കിലും ഉമ്മയായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജോലി ചെയ്യുമ്പം അത് തീരുന്നതേ അറിയത്തില്ല. അതങ്ങനെയാണല്ലോ അല്ലേലും. ഉമ്മ ജോലിയൊക്കെ തീർത്തിട്ട് മോളുമായിട്ടായി പിന്നെ പരിപാടി. ആള് പടം വരച്ചു കൊടുക്കുക കേട്ടോ. അത് കണ്ടിട്ട് അവളുടെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഒന്ന് കണ്ടോണേ. കോഴിക്കുഞ്ഞല്ലേ? പട്ടിക്കുഞ്ഞാണ്. സത്യം പറഞ്ഞാൽ ഉമ്മ വിമാനം വരച്ചു കൊടുത്തപ്പോഴത്തേക്കിനും അത് ചിക്കൻ കാലാവുകയും കോഴിക്കുഞ്ഞിനെ വരച്ചു കൊടുത്തപ്പോൾ അത് വേറെ എന്തൊക്കെയോ ആവുകയാണ് ചെയ്തത്. ലാസ്റ്റ് അവൾക്ക് ദേഷ്യം വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എൻ്റെ തുണിയും മടക്കലും അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു ഓറഞ്ചൊക്കെ പൊളിച്ച് അതങ്ങനെ കൊടുത്തു. ഒന്നെങ്കിൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഈ ജോലിയുടെ ഇടയ്ക്ക് അങ്ങ് തിന്നുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ മാറി കിട്ടുമല്ലോ. ജോലിയുടെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോഴത്തേനും ആളുടെ സാധനങ്ങളൊക്കെ ആയിട്ടിന്ന് കളിയാണ്. ഞായറാഴ്ച ആയത് കാരണം ആൾ സ്കൂളിൽ പോകാത്ത വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഇരട്ടി പണിയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ നല്ല രസമാണ്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഈ അടുക്കളയിൽ കൂടുമ്പോഴത്തേക്കിനും. വെറുംചോറാണെങ്കിലും ഇനി നെയ്ച്ചോറാണെങ്കിലും പരിപ്പ് കറി ബീഫ് കറിയുടെ അതിവിടെ മസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ്